Hello students. ഇന്നത്തെ ക്ലാസ് അയോണിക് ഇക്വിലിബ്രിയം പ്രോബ്ലം സോൾവിംഗ് സെഷൻ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If an aqueous solution at 25 degrees Celsius has twice as many OH minus as pure water, its pOH will be. ചോദിച്ചിരിക്കുന്നത് pOH of the given solution എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. The solution has twice as many as OH minus as pure water. പ്യുവർ വാട്ടറിൻ്റെ കേസ് നമുക്കറിയാം, അതിൻ്റെ pH ഓർ pOH എന്ന് പറയുന്നത് ഇറ്റ്സ് 7. കോൺസെൻട്രേഷൻ pOH എന്ന് പറയുന്നത് മൈനസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് OH ആണ്. സോ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ വാട്ടർ കാണാൻ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു ആൻറ്റിലോഗ് ഓഫ് മൈനസ് pOH, that is 10 raised to minus 7. അതാണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ദിസ് ഇസ് ഇൻ കേസ് ഓഫ് വാട്ടർ. ഇനി ഗിവൻ സൊല്യൂഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ട്വൈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, സോ വിച്ച് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു 2 into 10 raised to minus 7. ഇനി അതിൻ്റെ pOH കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇക്വേഷൻ യൂസ് ചെയ്യും, ദാറ്റ് ഇസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH, വിച്ച് ഇസ് മൈനസ് ലോഗ് ഓഫ് 2 into 10 raised to minus 7. ആൻസർ വിൽ ബി 6.69. ഇതായിരിക്കും pHൻ്റെ വാല്യൂ വരിക. സോ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ pH ഓഫ് എ സൊല്യൂഷൻ ഫോംഡ് ബൈ മിക്സിംഗ് 40 milliliters ഓഫ് 0.1 molar HCl with 10 milliliters ഓഫ് 0.45 molar NaOH? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് pH ഓഫ് ദ റിസൾട്ടിങ് സൊല്യൂഷൻ ആണ്. സോ ആസിഡ് ബേസ് റിയാക്ഷൻ നമുക്കറിയാം, അതൊരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആയിരിക്കും, അവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യും. അപ്പം എങ്ങനെയാണ് നമുക്ക് ഒരു ആസിഡ് ആൻഡ് ബേസ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് കേസ് ചെയ്താൽ ദാറ്റ് ഇസ് HCl. HClൻ്റെ വോള്യൂം ഇസ് 40 ml, ഒരു ലിറ്റേഴ്സിൽ എഴുതുകയാണെങ്കിൽ 0.04 liters, ആൻഡ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇസ് 0.1 molar. NaClൻ്റെ കേസിൽ NaOHൻ്റെ കേസിൽ വോള്യൂം ഈസ് 10 milliliters, or that is equal to 0.01 liter, and concentration is 0.45 molar. Now നമുക്ക് ഇവ തമ്മിലുള്ള റിയാക്ഷൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ദാറ്റ് വിൽ ബി HCl പ്ലസ് NaOH ഗിവിങ് NaCl പ്ലസ് H2O. കോമൺ ആയിട്ട് അറിയുന്നൊരു റിയാക്ഷനാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 1 mole ഓഫ് HCl വിൽ റിയാക്ട് വിത്ത് 1 mole ഓഫ് NaOH ടു ഗിവ് 1 mole ഓഫ് NaCl, വിച്ച് മീൻസ് നമുക്കിവിടെ ആവശ്യം ഉണ്ടാവുക ഈക്വൽ നമ്പർ ഓഫ് HCl ആൻഡ് NaOH ആണ്. സോ ഏതാണ് ബാക്കിയാവും നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിൽ പ്രൊസീഡ് ചെയ്യണം. ഓക്കെ, കാരണം ഒരിക്കലും ഈക്വൽ വോളിയം ആണെന്ന് കരുതിയിട്ട് അവിടെ ന്യൂട്രലൈസേഷൻ നടക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈക്വൽ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും ഡിഫറെൻറ്റ് വോളിയംസ് ആണെങ്കിൽ അവിടെ ഫുള്ളി ന്യൂട്രലൈസ് ആവില്ല. സോ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലാണ് അവിടെ ഫുൾ ന്യൂട്രലൈസേഷൻ നടക്കുക. അപ്പോൾ രണ്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് നോക്കാം. സോ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ ഇതാണ്, C into V. That will be 0.04 into 0.1 will be 4 into 10 raised to minus 3 moles. And ഇവിടെ number of moles is equal to 4.5 into 10 raised to minus 3 moles. And ഇത് രണ്ടും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 4 into 10 raised to minus 3 moles of HCl-ഉം 4.5 into 10 raised to minus 3 moles of NaOH ഉണ്ട്. which means NaOHൻ്റെ മോൾസ് സ്ലൈറ്റ്ലി എക്സസ് ആണ്. 0.5 into 10 raised to minus
-3 മോൾസ് ഓഫ് NaOH എക്സസ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ബാക്കി രണ്ടും ന്യൂട്രലൈസ് ആയിട്ട് ആ ഒരു സൊല്യൂഷൻ സ്ലൈറ്റ്ലി ബേസിക് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 4 × 10⁻³ moles of HCl neutralizes 4 × 10⁻³ moles NaOH. Therefore 0.5 × 10⁻³ moles of NaOH will be excess. സോ ഈ എക്സസ് വന്ന് ബേസാണ് നമ്മുടെ സൊല്യൂഷനിൽ pHന് റീസണായിട്ട് വരിക. കാരണം ഫുള്ളി ന്യൂട്രലൈസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ pH 7 ആയിരിക്കും. പക്ഷേ എക്സസ് ബേസ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ pH വിൽ ബി ഗ്രേറ്റർ ദാൻ 7. ആൻഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സസ് വന്ന മോൾ ഓഫ് NaOH നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ടോട്ടൽ വോളിയം കാണണം. നമുക്ക് pH കണ്ടുപിടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലെങ്കിൽ OH- വേണം. ആ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യണം. സോ നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ കിട്ടിയിട്ട് 0.5 × 10⁻³ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ വോളിയം എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു HCl ആൻഡ് NaOH അവർ മിക്സ് ചെയ്തതാണ്. സോ 40 ml ഓഫ് HClഉം 10 ml ഓഫ് NaOH മിക്സ് ചെയ്യുമ്പോൾ ആ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ്റെ വോളിയം എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 50 ml. സോ നമ്മൾ കാണാൻ പോകുന്നത് റിസൾട്ടൻറ്റ് സൊല്യൂഷൻ്റെ കേസാണ്. അതിൻ്റെ വോളിയം വിൽ ബി 40 ml plus 10 ml, that is 50 ml or 0.05 liters. ആൻഡ് അതിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കാണേണ്ടത്. ആൻഡ് നമുക്കറിയാം അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് അവിടെ ബാക്കിയുള്ളത് എക്സസ് ഓഫ് NaOH ആണ്. ആൻഡ് ദാറ്റ് ഈസ് 0.5 × 10⁻³ നമ്പർ ഓഫ് മോൾസ് ഓഫ് സാൾട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം അത് pHലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. സോ ഈ രണ്ട് വാല്യൂ വെച്ച് നമുക്ക് കോൺസെൻട്രേഷൻ കാണാം. ദാറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു N/V, വിച്ച് ഇസ് 0.5 × 10⁻³ ഡിവൈഡഡ് ബൈ 0.05. So concentration will be 0.01 molar. 0.01 molar NaOH ആണ് നമ്മുടെ സൊല്യൂഷനിൽ ഇപ്പോൾ ഉള്ളത്. ആൻഡ് നമുക്കറിയാം NaOH ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ സൊല്യൂഷനിൽ ഇവർ ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് NaOH എന്നുള്ളത് Na പ്ലസ് OH- ആയിട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. സോ 0.01 മോളാർ NaOH ഉണ്ടെങ്കിൽ സെയിം കോൺസെൻട്രേഷനിൽ തന്നെ നമുക്ക് സോഡിയം അയോൺസ് ആൻഡ് OH- അയോൺസിനെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, സോ OH- കോൺസെൻട്രേഷൻ വിൽ ബി 0.01 മോളാർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് pH കാണാനാണ്. സോ നമുക്ക് ആദ്യം ഈ ഒരു കോൺസെൻട്രേഷൻ OH- കോൺസെൻട്രേഷൻ വെച്ചിട്ട് നമുക്ക് POHൻ്റെ വാല്യൂ കാണാം. ദാറ്റ് വിൽ ബി minus log concentration of OH-. That will be minus log concentration of OH- കിട്ടിയ വാല്യൂ 0.01 ആണ്. So the answer is minus log 10⁻² ആണ്. That is 2. POHൻ്റെ വാല്യൂ 2 ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് pH എന്താണെന്നാണ്. നമുക്കറിയാം pH plus POH equals 14. So ഇവിടെ pHൻ്റെ വാല്യൂ വിൽ ബി 14 minus POH. 14 minus 2, that will be 12. 12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ B 12. ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. നമ്മൾ ചെയ്തത് ഇവിടെ ഇത്രയേ ഉള്ളൂ. HCl ആൻഡ് NaOH ഒരു ആസിഡ് ഒരു ബേസിൽ ന്യൂട്രലൈസ് ആവണമെങ്കിൽ അവിടുത്തെ വോളിയം ഓർ കോൺസെൻട്രേഷൻ അല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ നമ്പർ ഓഫ് മോൾസ് ആണ് ഈക്വൽ ആവേണ്ടത്. സപ്പോസ് ഇത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഏതാണോ എക്സസ് ആയിട്ട് വരുന്നത് ആ നേച്ചറായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവുക. സോ ആ എക്സസ് ആയി വന്നതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ pH അല്ലെങ്കിൽ POHൻ്റെ വാല്യൂ കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Calculate the number of H plus present in 1 ml of solution whose pH is 13. ചോദിച്ചിരിക്കുന്നത് 1 ml ഓഫ് pH 13 ഉള്ള സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് H പ്ലസ് ഉണ്ട് എന്നാണ്. സോ നമുക്കറിയാം നമ്പർ കാണുമെങ്കിൽ നമുക്ക് സിംപ്ലി നമ്പർ ഓഫ് മോൾസ് കണ്ടിട്ട് അതിന് ഇൻറ്റു അവക്കാഡോ നമ്പർ ചെയ്താൽ മതി. ആൻഡ് എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് യൂഷ്വലി നമുക്ക് വോളിയം തന്നതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ടേംസ് വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് കാണാം. ആൻഡ് കോൺസെൻട്രേഷൻ എങ്ങനെ കാണാം? പി എച്ചിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് കോൺസെൻട്രേഷനും കാണാം. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ്ലി പി എച്ച് ഈക്വൽസ് 13. സോ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കാണണം എന്താണെന്ന്. പി എച്ചിൻ്റെ ഫോർമുല നമുക്കറിയാം. പി എച്ച് ഇസ് മൈനസ് ലോഗ് concentration of H plus. So concentration of H plus will be anti-log of pH. That is 10 raised to minus 13. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് വരാം. ആൻഡ് വോളിയം തന്നിട്ടുണ്ട്. മോളാർ ആയിരിക്കും യൂണിറ്റ് വരാം. വോളിയം തന്നത് വോളിയം ഇസ് 1 ml. 1 ml is 10 raised to minus 3 liters. ഇനി നമ്മൾ കാണേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്. അല്ല, നമ്മളിനി കാണേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. ആൻഡ് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുക. ആൻഡ് അതിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം ആയിരിക്കും. സോ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ? 10 raised to minus 13 ഇൻറ്റു വോളിയം 10 raised to minus 3. ആൻഡ് ഫൈനലി യു ഗെറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഈക്വൽസ് 10 raised to minus 16. ഈ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ കാണുന്നത്? ടോട്ടൽ നമ്പർ ഇസ് ഈക്വൽ ടു number of moles into Avogadro number. That will be number of moles is 10 raised to minus 16 into Avogadro number is 6.022 into 10 raised to 23. So you get 6.022 into 10 raised to 7. ഇതാണ് ആൻസർ. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ. യൂണിറ്റ് വരെ പെർ എം എൽ ആണ്, കാരണം ചോദിച്ചിരിക്കുന്നത് ദ നമ്പർ ഓഫ് എച്ച് പ്ലസ് പ്രസൻറ്റ് ഇൻ 1 ml. അതുകൊണ്ട് യൂണിറ്റ് ഇസ് മില്ലി ലിറ്റർ ഇൻവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. POH of H2O is 7 at 298 Kelvin. If water is heated to 350 Kelvin, which of the following statement should be true? Option A, POH will decrease. Option B, pH will increase. Option C, POH will remain 7. And option D, both A and B. തന്നിരിക്കുന്നത് വാട്ടറിൻ്റെ POH is 7 at 298 Kelvin. 298 Kelvin എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ്. ആൻഡ് നമുക്കറിയാം റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ ന്യൂട്രൽ PH എന്ന് പറയുന്നത് 7 ആണ്. Now, if water is heated to 350 Kelvin, വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ആ ഇൻക്രീസ് ആകുന്ന സമയത്ത് PH അല്ലെങ്കിൽ POH ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ അറിയാവുന്ന കാര്യം ഇതാണ്, ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ആക്കി കഴിഞ്ഞാൽ KW എന്ന വാല്യൂ ഇൻക്രീസ് ആവും. KW is the ionic product of water. And KW ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ന്യൂട്രൽ PHന് എന്താ സംഭവിക്കുക? ന്യൂട്രൽ PH will decrease. ന്യൂട്രൽ PH will decrease. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ KWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 raised to minus 16 ആണ്. ആൻഡ് വാട്ട് ഈസ് KW? KW എന്ന് പറഞ്ഞാൽ H പ്ലസിൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റാണ്. വിച്ച് മീൻസ് ഇൻഡിവിജ്വലി ദേ വിൽ ബി 10 raised to minus 8 into 10 raised to minus 8. അപ്പോൾ ന്യൂട്രൽ PH എന്തായിരിക്കും? ന്യൂട്രൽ PH വിൽ ബി 8. ഓക്കെ, നോ സപ്പോസ് നമ്മൾ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് 90 ഡിഗ്രിയിലായി. 90 ഡിഗ്രി എത്തിക്കഴിയുമ്പം it is found that KW's value is 10 raised to minus 12. അങ്ങനെ KWൻ്റെ വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ആക്ച്വലി ഈക്വൽ ടു OH മൈനസ്
ഇൻറ്റു എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ. സോ അവരുടെ കോൺസെൻട്രേഷനും ചേഞ്ച് ആവണം, കാരണം രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10⁻12 ആണ് കിട്ടേണ്ടത്. സോ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻6 ഇൻറ്റു 10⁻6 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ന്യൂട്രൽ പി എച്ച് എന്താവും? our neutral pH will be equal to 6. സോ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം ന്യൂട്രൽ പി എച്ച് ഡിക്രീസ് ആവും ആൻഡ് KW വാല്യൂ ഇൻക്രീസ് ആവും. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെയാണെങ്കിൽ if water is heated to 350 Kelvin, what happens to pH? pH will decrease. So what about pOH? pOH will also decrease because നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മൾ പി എച്ചിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷനിൽ നിന്ന് നമുക്ക് pOHൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 8. ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന സമയത്ത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷനിൽ നിന്നും pOH കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 6, which means both pH and pOH decreases when temperature increases. ഓപ്ഷൻസ് നോക്കുമ്പം ഓപ്ഷൻ എ pOH will decrease, നമ്മളിവിടെ കണ്ട കാര്യമാണ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി pH will increase, അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ സി pOH will remain 7, അതും തെറ്റാണ്. ആൻഡ് ഓപ്ഷൻ ഡി both A and B, that is also wrong. സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, pOH will decrease. Fifth question, out of the following amphiprotic species are? ഇപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് നിന്നും നമ്മൾ ആംഫിപ്രോട്ടിക് സ്പീഷീസിനെ സെലക്ട് ചെയ്യാണ് വേണ്ടത്. സോ എന്താണ് ആംഫിപ്രോട്ടിക് സ്പീഷീസ്? സോ നമ്മൾ യൂഷ്വലി ആംഫോടെറിക് എന്ന് പറയുന്ന പോലെ തന്നെ സ്പീഷീസ് ദാറ്റ് ക്യാൻ ആക്ട് ബോത്ത് ആസ് ആസിഡ്സ് ആൻഡ് ബേസ്, ക്യാൻ ആക്ട് ബോത്ത് ആസ് ആസിഡ്സ് ആൻഡ് ആസ് ബേസ് അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് നമ്മൾ ആംഫിപ്രോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴാണ് ഒരു സ്പീഷീസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുക? അപ്പോൾ ആസിഡ് എന്ന് പറയുമ്പം ദേ വിൽ ഡൊണേറ്റ് H+ ഓർ ഡൊണേറ്റ് പ്രോട്ടോൺ. ആൻഡ് ബേസ് എന്ന് പറയുമ്പം ദേ വിൽ ആക്സെപ്റ്റ് പ്രോട്ടോൺ. ഇപ്പോൾ തന്നിരിക്കുന്ന സ്പീഷീസ് നമുക്ക് ഓരോന്ന് എടുക്കാം. ഫസ്റ്റ്ലി HPO3 2-. ഇത് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ സിംപ്ലി ഇവിടെ H കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു H+ ഡൊണേറ്റ് ചെയ്തിട്ട് PO3 3- ആവാമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കണം. ദാറ്റ് വിൽ ബി PO3 H രണ്ട് നെഗറ്റീവ് ചാർജ് വേണം, PO3 വേണം, പിന്നെ ഒരു H വേണം. നമുക്കറിയാം ഫോസ്ഫറസിൻ്റെ ആസിഡ്സിൻ്റെ കേസിൽ അവർക്ക് ആ H ഡൊണേറ്റിംഗ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ H അസിഡിക് ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അലോങ് വിത്ത് ആൻ O. ഓക്കെ, അതായത് PNോട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന H വിൽ നോട്ട് ബി അസിഡിക്. ഫോസ്ഫറസിനോട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന H അസിഡിക് ആയിരിക്കില്ല. അങ്ങനെ ആസിഡിക് ആവുന്ന H എന്ന് പറയുന്നത് ഈ ഓൻ്റെ കൂടെ ഉണ്ടായിരുന്ന H. ഓക്കെ, ഓൻ്റെ കൂടെയുള്ള H മാത്രമേ അസിഡിക് ആയിരിക്കുള്ളൂ. ആൻഡ് ആ 2 Hഉം ഓൾറെഡി പോയിട്ടുള്ള ഒരു ആനയോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് സോ ബാക്കിയുള്ള ഈ ഒരു H അത് പോവില്ല, വിച്ച് മീൻസ് ഈ ഒരു കോമ്പൗണ്ടിന് കനോട്ട് ആക്ട് ആസ് ആസിഡ്. പക്ഷെ ഇതിൻ്റെ ബേസായിട്ട് ആക്ട് ചെയ്യാം, കാരണം ഈ 2 O- അവർക്ക് പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാം. ഇതൊരു ആസിഡായിട്ട് ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആംഫിപ്രോട്ടിക് നേച്ചർ കാണിക്കാൻ പറ്റില്ല. സോ ഓപ്ഷൻ 1 ഉണ്ടാവില്ല. ആൻഡ് ദെൻ ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ബേസിക്കലി ആൻസറിലേക്ക് എത്താം, കാരണം ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് 1, 3 and 4 ആണ് ഓപ്ഷൻ എ. സോ 1 ഇല്ലെങ്കിൽ ഓപ്ഷൻ എ കറക്റ്റ് ആവില്ല. ഓപ്ഷൻ ബി വരുന്നത് 1 and 3 ആണ്. ആൻഡ് അഗെയിൻ 1 ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ബിയും കറക്റ്റ് ആവില്ല. ഓപ്ഷൻ ഡി വരുന്നത് ഓൾ ആണ്, അതും റോങ് ആണ്. ആൻഡ് ഫൈനലി ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അത് നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. സെക്കൻഡ് കേസിൽ വരുന്നത് OH- ആണ്. വാട്ടർ നമുക്കറിയാം അതൊരു ആംഫിപ്രോട്ടിക് സ്പീഷീസ് ആണ്. ബിക്കോസ് വാട്ടറിന് ഒരു H+ ആക്സെപ്റ്റ് ചെയ്തിട്ട് ബേസായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതൊരു H+ ആക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് H3O+ ആയിട്ട് മാറാം.
അല്ലാതെ ആസിഡായിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്താൽ അതിന് OH മൈനസ് ആയിട്ട് മാറാം. പക്ഷേ ഈ OH മൈനസിന് ഫർദർ ഒരു എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് O2 മൈനസ് ആവാമെന്നുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. വിച്ച് മീൻസ് OH മൈനസ് എന്നുള്ളത് ഒരു ആംഫിപ്രോട്ടിക് സ്പീഷീസ് അല്ല. നോ തേർഡ്ലി H2PO4 മൈനസ്. സോ H2PO4 മൈനസ് ഒരു ഫോസ്ഫറസിൻ ആസിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് കേസിലെ പോലെ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. ഫോസ്ഫറസിന് മാക്സിമം വാലൻസി 5 ആണ്. സോ എല്ലാത്തിനും നമുക്ക് O കൊടുക്കാം. 1 2 3 4 O ആൻഡ് 2H. സോ ബാക്കി വരുന്ന നെഗറ്റീവ് ചാർജ് ഈ O ന്ന് H പോയിൻ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഓനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എച്ച് അവർ അസിഡിക് ആണ്. ദീസ് ഹൈഡ്രജൻസ് വിൽ ബി അസിഡിക്. അതുകൊണ്ട് തന്നെ H2PO4 മൈനസിന് ആസിഡായിട്ടും ഈ ഒരു എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആസിഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടേക്ക് ഒരു എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് H2PO4 മൈനസ് ഈസ് ആംഫിപ്രോട്ടിക് സ്പീഷീസ്. ആൻഡ് ഫൈനലി HCO3 മൈനസ്. HCO3 മൈനസിൻ്റെ സ്ട്രക്ചർ വരച്ച് നോക്കാം. ഫോർത്ത് വൺ HCO3 മൈനസ്. സോ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയായിരിക്കും. മൈനസ് ചാർജ്. സോ ഇവിടെയും പ്രീവിയസ് ക്വസ്റ്റ്യനെ പോലെ ഓൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഹൈഡ്രജൻ ഉണ്ട്. ദെയർഫോർ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആസിഡ്. ആൻഡ് ഓൻ്റെ മോളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അവിടേക്ക് ഒരു എച്ച് പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യാം അവർക്ക്. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ബേസ് ഓൾസോ. വിച്ച് മീൻസ് 4 ഇസ് ഓൾസോ ആംഫിപ്രോട്ടിക് ഇൻ നേച്ചർ. ആൻഡ് നമ്മൾ നേരത്തെ ആദ്യം കണ്ട പോലെ തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. 3 and 4. Sixth question. On adding 0.04 grams solid sodium hydroxide to 100 ml 1/200 molar barium hydroxide solution, determine the change in pH. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ചേഞ്ച് ഇൻ pH കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ 1/200, ഇവിടെ m/200 എന്ന് കാണുമ്പോൾ അതിൻ്റെ ആക്ച്വൽ മീനിങ് ഇസ് 1/200 മോളാർ ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇനീഷ്യലി ഈ ഒരു സ്ട്രെങ്ത് ഉള്ള 100 ml ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ 0.04 grams ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാണ്. അപ്പം അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ pH ആണ് കാണേണ്ടത്. ചേഞ്ച് എന്ന് പറയുമ്പം ജസ്റ്റ് ന്യൂ pH മൈനസ് ഓൾഡ് pH, ഈ ഒരു വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇനീഷ്യലി ദാറ്റ് മീൻസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ pH കാണാം. സോ തന്നിട്ടുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇസ് 1/200 മോളാർ. ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ കേസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾഡ് pH ആണ്. Ba2+ + 2OH- ആണ് അവിടെ ഫോം ചെയ്യാം. വിച്ച് മീൻസ് ഇത് 1/200 ആണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ എങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും, പക്ഷേ ഇതിൻ്റെത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 2/200 മോളാർ. ദാറ്റ് ഈസ് ഇക്വാലൻ ടു 1/100, ദാറ്റ് വിൽ ബി 0.01 മോളാർ. ഇതാണ് OH- കോൺസെൻട്രേഷനായിട്ട് വരാം. ആൻഡ് OH- കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് POH കാണാം, വിച്ച് ഇസ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-, ദാറ്റ് ഈസ് മൈനസ് ലോഗ് 10⁻². സോ POH-ൻ്റെ വാല്യൂ 2 വരും. അങ്ങനെയാണെങ്കിൽ pH-ൻ്റെ വാല്യൂ എന്താ വരാം? 14 - 2, ദാറ്റ് ഈസ് 12. ഇത് നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന pH ആണ്. ആൻഡ് ഇങ്ങനെയുള്ള സൊല്യൂഷനിലേക്കാണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തത്. ന്യൂ pH എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ന്യൂ pH-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇനീഷ്യലി ഉണ്ടായിരുന്ന ബേരിയം ഹൈഡ്രോക്സൈഡിലെ OH- അയോൺസും അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന NaOH സൊല്യൂഷനിലെ OH- അയോൺസും കൂടെയാണ്. ആൻഡ് ഒബ്വിയസ്ലി അവിടെ OH- കോൺസെൻട്രേഷൻ കൂടും. ആൻഡ് pH-ൻ്റെ വാല്യൂ അവിടെ ഇനിയും ഇൻക്രീസ് ആവാണ് ചെയ്യാം. ഓക്കെ, സോ തന്നിരിക്കുന്നത് 0.04 grams ഓഫ് NaOH ആണ്. അപ്പം ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് NaOH ഇസ് 40. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി 0.01. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ചെയ്യണം. സോ ഇവിടുത്തെ വോളിയം എന്തായിരിക്കും?
നമ്മൾ 100 ml ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്കാണ് സോളിഡ് NaOH ആഡ് ചെയ്യുന്നത്, വിച്ച് മീൻസ് അവിടുത്തെ ടോട്ടൽ വോളിയം വിൽ ബി 100 ml ഇറ്റ്സെൽഫ്. അപ്പം 100 ml ആണ് ഇവിടുത്തെ വോളിയം വരിക, ദാറ്റ് ഇസ് 0.1 liters. The number of moles 0.01 by volume is 0.1, that is equal to, ഇവിടുത്തെ വാല്യൂ 0.001 ആയിരിക്കും. ആൻഡ് നൗ ദിസ് is equal to 0.01. ഇപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടിയിരിക്കുന്നത് 0.01 മോളാർ ആണ്. ആൻഡ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ കൂടി കോൺസെൻട്രേഷൻ ആഡ് ചെയ്തിട്ട് വേണം ന്യൂ pH കാണാൻ. അപ്പം നമ്മുടെ ന്യൂ OH മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡ്യൂ ടു NaOH പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡ്യൂ ടു ബേരിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. ദാറ്റ് ഈസ് 0.01 പ്ലസ് 0.01, ദാറ്റ് ഈസ് 0.02. ഇനി നമുക്ക് POHൻ്റെ വാല്യൂ കാണാം. POH is minus log concentration of OH, that will be 1.69. അങ്ങനെയാണെങ്കിൽ pH will be 14 minus 1.69, that is 12.3. So നമുക്ക് രണ്ട് കേസിലെയും pHൻ്റെ വാല്യൂ കിട്ടി, that is initially it was 12 and then 12.3. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ pH ആണ്. സോ നമുക്കിവിടെ ഉണ്ടാവാൻ പോകുന്ന ചേഞ്ച് ഇൻ pH എന്ന് പറയുന്നത് ന്യൂ pH മൈനസ് ഓൾഡ് pH ആയിരിക്കും. ദാറ്റ് ഈസ് 12.3 മൈനസ് 12. ആൻസർ ഇസ് 0.3. പോസിറ്റീവാണ് ചേഞ്ച്. ഓപ്ഷൻസ് നോക്കുമ്പം ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. Next question. Acetic acid gets 1.3% ionized in its decimolar solution. What will be the ionization constant of acetic acid? Question തന്നിരിക്കുന്ന ടേംസ് ഒന്ന് നോക്കാം. 1.3% ionized, which means നമ്മുടെ ആൽഫ ഇൻ പെർസെൻറ്റേജ് ടേംസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അയോണൈസ്ഡ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആണ് തന്നിരിക്കുന്നത് 1.3%. ആൻഡ് ദെൻ ഡെസിമോളാർ സൊല്യൂഷൻ ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ഡെസിമോളാർ വിച്ച് മീൻസ് 1/10 മോളാർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 മോളാർ കോൺസെൻട്രേഷൻ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈ ഡെസിമോളാർ എന്നുള്ള ടേം കാണാം. അതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ? 1/10 മോളാർ അല്ലെങ്കിൽ 0.1 മോളാർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് അസറ്റിക് ആസിഡ് ആണ്. ഒരു ആസിഡിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് Ka എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം Kaൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. Ka is equal to C alpha square by 1 minus alpha. ആൻഡ് ആൽഫേൻ്റെ വാല്യൂ നമുക്കറിയാം, കോൺസെൻട്രേഷൻ നമുക്കറിയാം. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. കോൺസെൻട്രേഷൻ വരുന്നത് 0.1 മോളാർ ഇൻറ്റു ആൽഫേൻ്റെ വാല്യൂ അത് 1.3% തന്നിരിക്കുന്നത്. പെർസെൻറ്റേജ് മീൻസ് ബൈ 100 ചെയ്യണം. സോ ഇറ്റ് ഇസ് ആക്ച്വലി 1.3 ഇൻറ്റു 10⁻². സോ ഇവിടെ 1.3 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1.3 ഇൻറ്റു 10⁻² ചെയ്യുന്ന കിട്ടുന്ന ആൻസർ 1.71 ഇൻറ്റു 10⁻⁵. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതായിരിക്കും അസിറ്റിക് ആസിഡിൻ്റെ അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യേണ്ട ഫോർമുല നമുക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ബട്ട് ഇത് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ തന്നിരിക്കുന്ന ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ക്വസ്റ്റ്യനിലുള്ള ഓരോ ടേംസ്, അതായത് 1.3% അയോണൈസ്ഡ് എന്ന് പറയുമ്പോൾ അത് ആൽഫ ഇൻ പെർസെൻറ്റേജ് ആണെന്നും ഡെസിമോളാർ എന്ന് പറയുമ്പോൾ അത് 0.1 മോളാർ കോൺസെൻട്രേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. 8th question. The solubility of lead hydroxide in water is 6.7 into 10⁻⁻6 molar. Calculate the solubility of lead hydroxide in a buffer solution of pH equal to 8. നമുക്കിവിടെ വാട്ടറിലുള്ള സൊല്യൂബിലിറ്റി തന്നിട്ട് നമ്മളോട് ഒരു 8 pH ഉള്ള സൊല്യൂഷനിൽ
ലെഡ് ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ KSPൻ്റെ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ലെഡ് ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യാൻ നോക്കാം. PbOH ട്വൈസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ഫോം Pb2 പ്ലസ് 2OH മൈനസ്. ഓക്കെ, ആൻഡ് നമ്മൾ KSPൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണെങ്കിൽ KSP പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ആണ്. ദാറ്റ് ഈസ് Pb2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. 2 മോൾസ് ഓഫ് OH മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പവർ 2 എന്ന് വരും. ഓക്കെ, ആൻഡ് ഇതിനെ സൊല്യൂബിലിറ്റിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൊല്യൂബിലിറ്റി നമ്മൾ S എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 2 മോൾസ് ഓഫ് OH ഉള്ളതുകൊണ്ട് നമ്മൾ 2S എന്ന് എഴുതും. ആൻഡ് അഗെയിൻ KSPൻ്റെ ഇക്വേഷൻ ഉള്ള പോലെ നമ്മളവിടെ സ്ക്വയറും ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി എഴുതുന്ന രീതി. ആൻഡ് ദിസ് വിൽ ബി 4S3. ഓക്കെ, വാട്ടറിൻ്റെ കേസിൽ ഉള്ള സൊല്യൂബിലിറ്റി കേസ് ഓഫ് വാട്ടറിൻ്റെ കേസിലുള്ള സൊല്യൂബിലിറ്റി വെച്ച് നമ്മൾ KSP വാല്യൂ കാണും. ആൻഡ് ഈ KSP വാല്യൂ വെച്ചിട്ട് നമ്മൾ ബഫർ സൊല്യൂഷനിലെ സൊല്യൂബിലിറ്റി കാണുക ചെയ്യുക. ബിക്കോസ് സൊല്യൂബിലിറ്റി ചേഞ്ചസ് ബട്ട് KSP വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് but KSP is constant. സോ നമ്മൾ ഒരു കേസിലെ സൊല്യൂബിലിറ്റി വെച്ചിട്ട് അതിൻ്റെ KSP വാല്യൂ കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് കേസിലെ സൊല്യൂബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് സെയിം KSP വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ഇത് വാട്ടറിൻ്റെ കേസാണ്. ഇനി ബഫർ സൊല്യൂഷൻ ഓഫ് pH = 8. അപ്പം pH = 8 ആയിട്ടുള്ള ആ ബഫർ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പം pH 8 എന്ന് പറയുമ്പോൾ അതിൻ്റെ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കാണണം. അപ്പം pH 8 ആണെങ്കിൽ POH will be 14 minus 8, that is 6. And then concentration of OH minus will be 10⁻⁻6. Okay. Now ഇനി നമുക്ക് ലെഡ് ഹൈഡ്രോക്സൈഡിൻ്റെ KSP വാല്യൂൻ്റെ ഫോർമുല ഇങ്ങോട്ട് മാറ്റി എഴുതാം. അതായത് ഈ ഒരു ഫോർമുല ഇത് രണ്ടിനും കോമൺ ആയിരിക്കും. അത് എഴുതുന്ന സമയത്ത് again KSP equals concentration of Pb2 plus into OH minus the whole square. പക്ഷേ ഈ കേസിൽ ഇവിടെ സൊല്യൂബിലിറ്റി അവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ബട്ട് KSP വിൽ ബി ദ സെയിം. നമ്മൾ നേരത്തെ ഇവിടെ KSPൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല. സോ നമുക്കതിൻ്റെ വാല്യൂ ഒന്ന് കാണാം. 4S³ തന്നിട്ടുള്ളത് 6.7 × 10⁻⁻6 ആണ്. സോ 4 × 6.7 × 10⁻⁻6 മോളാർ ദ ഹോൾ ക്യൂബ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1.2 × 10⁻⁻15 എന്നാണ്. ഇതാണ് നമ്മുടെ KSPൻ്റെ വാല്യൂ വരിക. ഇനി ഈ KSPൻ്റെ വാല്യൂ ഇവിടേക്ക് എത്തുമ്പോഴും സെയിം തന്നെ ആയിരിക്കും. KSPൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് 1.2 × 10⁻⁻15 = സൊല്യൂബിലിറ്റി നമുക്ക് അറിയില്ല. സൊല്യൂബിലിറ്റി ഓർ കോൺസെൻട്രേഷൻ ഓഫ് ലെഡ് നമുക്കറിയില്ല. പക്ഷേ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നമുക്കറിയാം. കാരണം ബഫർ സൊല്യൂഷൻ ഇസ് pH = 8. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആയിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരിക. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 10⁻⁻6. സോ ഇൻറ്റു 10⁻⁻6 the whole square, that is equal to solubility into 10⁻⁻12. No, solubility കാണണമെങ്കിൽ നമ്മൾ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കും. സോ യു ഗെറ്റ് 1.2 × 10⁻⁻15 divided by 10⁻⁻12. That is equal to 1.2 × 10⁻⁻3. ഇതായിരിക്കും നമ്മുടെ ന്യൂ സോലിബിലിറ്റിൻ്റെ വാല്യൂ. സോ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓപ്ഷൻ C. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം ഇതാണ്. സോല്യൂബിലിറ്റി ചേഞ്ചസ് but KSP is a constant. Next question നോക്കാം. 9th question.
Calculate the amount of ammonium sulfate in grams which must be added to a 500 ml of 0.2 molar ammonia to give a solution of pH equals 9.3. Given pKb for ammonia equals 4.7. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ അമോണിയ ആൻഡ് അമോണിയം സൾഫേറ്റ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അമോണിയ എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ് ആൻഡ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സോൾട്ട് ഫോംഡ് ഫ്രം വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. ദാറ്റ് ഈസ് അമോണിയ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്, ഒരു വീക്ക് ബേസും ഒരു സ്ട്രോങ് ആസിഡും കൂടെ ഫോം ചെയ്യുന്ന സോൾട്ട് ആയിരിക്കും അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ദ combination of a weak base plus salt of weak base strong acid എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബഫർ സൊല്യൂഷൻ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് ബഫർ സൊല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, തന്നിരിക്കുന്ന ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സിനെ നോക്കുക, അത് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ അതൊരു ബഫർ സൊല്യൂഷൻ ആയിരിക്കും. ആൻഡ് ഈ ബഫർ സൊല്യൂഷൻ്റെ pH തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 9.3. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു pH 9.3 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ട് എമൗണ്ട് ഓഫ് അമോണിയം സൾഫേറ്റ് ഷുഡ് ബി ആഡഡ് ടു അമോണിയ. സോ ഒരു ബേസിക് ബഫർ ആകുമ്പോൾ നമുക്കതിൻ്റെ POHൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ അറിയാം. ദാറ്റ് POH ഓഫ് ബേസിക് ബഫർ is equal to pKb plus log concentration of cation of salt by concentration of base. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകുന്നൊരു കോമൺ ഇക്വേഷനാണ് ഒരു ബേസിക് ബഫറിൻ്റെ pH കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ഓൾറെഡി pHൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 9.3. അങ്ങനെയാണെങ്കിൽ POHൻ്റെ വാല്യൂ ഈസ് 14 minus 9.3, ദാറ്റ് വിൽ ബി 4.7. 4.7 ആയിരിക്കും POHൻ്റെ വാല്യൂ. ഈക്വൽസ് pKb ക്വസ്റ്റ്യൻ വരുന്നത് ഇസ് 4.7, again 4.7 plus log concentration of cation of salt. അപ്പം cation of saltൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കതിന് x എന്ന് കൊടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ബേസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.2 molar. നമുക്കിതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 4.7 ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ യു ഗെറ്റ് 0 ഈക്വൽസ് log x by 0.2. നമുക്കറിയാം log 1 ആണ് 0, which means x by 0.2 is equal to 1 and x is equal to 0.2 molar. And 0.2 molar ആണ് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റയോൺ ഓഫ് സോൾട്ട് വന്നത്. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയം അയോൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.2 molar. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇതാണ്, അമോണിയം സൾഫേറ്റിൽ നമുക്ക് 1 mole ഓഫ് അമോണിയം സൾഫേറ്റ് ഉണ്ടെങ്കിൽ യു ആക്ച്വലി ഗെറ്റ് 2 moles ഓഫ് അമോണിയം അയോൺ. കാരണം ഇവിടുത്തെ 2 ആണ് ഇവിടെ വരുന്നത്. സോ 1 mole ഓഫ് അമോണിയം സൾഫേറ്റ് ഗീവ്സ് 2 moles ഓഫ് അമോണിയം അയോൺ. അതുകൊണ്ട് തന്നെ നമുക്ക് 0.2 molar അമോണിയം അയോൺ വേണമെങ്കിൽ നമുക്ക് 0.1 molar അമോണിയം സൾഫേറ്റ് മതി, which means the concentration of ammonium sulfate required is just 0.1 molar. പക്ഷെ ഇത് ഒരു വേറെ സോൾട്ടിൻ്റെ കേസ്, അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസാണെങ്കിൽ നമുക്ക് 1 mole ഓഫ് സോഡിയം അയോൺ കിട്ടണമെങ്കിൽ നമുക്ക് 1 mole ഓഫ് സോഡിയം ക്ലോറൈഡ് തന്നെ ആവശ്യമുണ്ടാകും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് ഹാഫ് എമൗണ്ട് മതി. നമുക്കിവിടെ ഇപ്പോൾ കോൺസെൻട്രേഷനും കിട്ടി. നമ്മൾ കാണേണ്ടത് amount of ammonium sulfate required ആണ് തന്നിരിക്കുന്നുണ്ട്. 500 ml ആണ് വോളിയം. അപ്പം കോൺസെൻട്രേഷൻ, വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസ് റിലേറ്റഡ് ആണ് ബൈ ദിസ് ഇക്വേഷൻ. ദാറ്റ് ഇസ് കോൺസെൻട്രേഷൻ ഇസ് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. ആൻഡ് നമുക്ക് എമൗണ്ട് ഇൻ ഗ്രാംസ് കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ബൈ പ്രൊസീഡ് ചെയ്യണം. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം.
കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ഇറ്റ് 0.1 മോളാർ ഇൻറ്റു വോളിയം എന്നുള്ളത് നമ്മൾ ഈ ഒരു സോളിഡ് അമോണിയം സൾഫേറ്റ് നമ്മൾ ഓൾറെഡി ഉള്ള സൊല്യൂഷൻ ഓഫ് അമോണിയയിലേക്കാണ് ഇടുന്നത്. ആൻഡ് അമോണിയ സൊല്യൂഷൻ്റെ വോളിയം 500 ml ആണ്. സോ നമ്മുടെ വോളിയം വരുന്നത് 500 ml അല്ലെങ്കിൽ 0.5 ലിറ്റർ ആയിരിക്കും. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് 0.05. ഇനി നമ്മൾ കാണേണ്ടത് മാസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ആൻഡ് മാസ് റിലേറ്റഡ് ഇങ്ങനെയാണ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. സോ ഗിവൺ മാസ്, അതായത് നമ്മൾ എടുക്കേണ്ട മാസ് വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ആൻഡ് വാട്ട് ഇസ് മോളാർ മാസ് ഓഫ് അമോണിയം സൾഫേറ്റ്? അമോണിയം സൾഫേറ്റിൻ്റെ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാം 132 ഗ്രാംസ് പെർ മോൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട മാസ് വിൽ ബി 0.05 ഇൻറ്റു 132 and that is 6.6 grams, which means the amount of ammonium sulfate required is 6.6 gram. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി എല്ലാ ഇക്വേഷൻസും തന്നെ ബേസിക്സ് ആണ്. പക്ഷെ നമുക്കിവിടെ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ളൊരു പോർഷൻ ഇതാണ്. ദാറ്റ് ഈസ് നമ്മൾ അമോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കാണുമ്പം അതിൻ്റെ ഹാഫ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയം സൾഫേറ്റ് മതി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ. സോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10th question. Calculate the pH of an aqueous solution of 1 molar ammonium formate assuming complete dissociation. pKa of formic acid equals 3.8 and pKb of ammonia equals 4.8. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് പി എച്ചിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പം അമോണിയം ഫോർമേറ്റ് 1 മോളാർ കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ അമോണിയം ഫോർമേറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി എ salt formed by ammonia and formic acid. Formic acid is HCOH plus NH3. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു സോൾട്ടാണ് അമോണിയം ഫോർമേറ്റ് എന്നുള്ളത്. That means this is a weak acid and weak base. So salt of weak acid, weak base. അപ്പോൾ ഒരു സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പം അവിടെ നമുക്ക് വരുന്നത് സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ്. വിച്ച് മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾട്ട് ഹൈഡ്രോളിസിസിനെ ബേസിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമുക്ക് ഡയറക്റ്റ്ലി പി എച്ച് കാണാനുള്ള ഇക്വേഷൻ അറിയാം. സോ സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പം അതിൻ്റെ പി എച്ചിൻ്റെ ഇക്വേഷൻ വരാം 7 + pKa/2 + pKb/2. അയണിക് ഇക്വിലിബ്രിയം യൂഷ്വലി ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളത് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. അത് ഒരു സോൾട്ട് ഹൈഡ്രോളിസിസ് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ സിംപ്ലി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണോ, ഓർ ബഫർ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് അറിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഇതൊരു സോൾട്ട് ഹൈഡ്രോളിസിസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എടുത്തു. പി എച്ച് ഇസ് ഈക്വൽ ടു 7 + pKa/2 + pKb/2. നോ pKa ആൻഡ് pKb വാല്യൂസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു കോൺസെൻട്രേഷൻ ടേമും കൂടെ കാണാം, 1 മോളാർ എന്നുള്ളത്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് വീക്ക് ആസിഡ് വീക്ക് ബേസ് സോൾട്ടിൻ്റെ ഹൈഡ്രോളിസിസിൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ ടേംസ് ഇൻവോൾവ് അല്ല. വിച്ച് മീൻസ് ഈ ഒരു വാല്യൂ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 + pKa എന്ന് പറയുന്നത് 3.8 ആണ് /2 and pKb is 4.8/2. This will be 7 + 1.9 + 4.8/2 is 2.4. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ഇതാണ്. മൈനസ് ആണ് ഇവിടെ. ദിസ് ഇസ് മൈനസ്. ഫോർമുല ഇങ്ങനെയാണ് 7 + pKa/2 - pKb/2. ഫൈനൽ ആൻസർ വിൽ ബി 6.5. ഇതാണ് പി എച്ചിൻ്റെ വാല്യൂ വരാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. കോൺസെൻട്രേഷൻ ടേം നമുക്കിവിടെ ആവശ്യം വരില്ല. ഓക്കെ, സിംപ്ലി സോൾട്ട് ഹൈഡ്രോളിസിസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11th question. Solubility of AgCl in water, 0.01 molar calcium chloride, 0.01 molar sodium chloride and 0.05 molar silver nitrate are S1, S2 and S1, S2, S3 and S4 respectively. Then the order of the solubilities ആണ്. അപ്പം AgCl നമ്മൾ 4 ഡിഫറെൻറ്റ് സൊല്യൂഷൻസിൽ ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പം ആ 4 കേസിലും അതിൻ്റെ സൊല്യൂബിലിറ്റിൻ്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമുക്കറിയാം, സൊല്യൂബിലിറ്റി എന്നുള്ളത് കോമൺ അയോൺ ഇഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം സോഡിയം ക്ലോറൈഡിൽ ഓൾറെഡി അവർ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ക്ലോറൈഡ് അയോൺസ് ഫോം ചെയ്യും. ആൻഡ് ഓൾറെഡി ക്ലോറൈഡ് അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനിലേക്കാണ് നമ്മൾ AgCl ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ സൊല്യൂബിലിറ്റി കുറവായിരിക്കും ബിക്കോസ് ഓഫ് കോമൺ അയോൺ ഇഫക്റ്റ്. സോ ഒബ്വിയസ്ലി സോഡിയം സിൽവർ ക്ലോറൈഡിന് ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി ഉണ്ട് അപ്പോൾ വാട്ടറിലായിരിക്കും. കാരണം വാട്ടറിൽ ക്ലോറൈഡ് അയോൺസ് പ്രസൻറ്റ് അല്ല. അപ്പം കോമൺ അയോൺ ഇഫക്റ്റ് അവിടെ അത്ര പ്രൊണൗൺസ് ആയിരിക്കില്ല. അപ്പോൾ മാക്സിമം സോലിബിലിറ്റി വിൽ ബി S1. അപ്പോൾ എല്ലാ ഓപ്ഷൻസിലും S1 തന്നെയാണ് ഏറ്റവും ഗ്രേറ്ററായി കാണിച്ചിരിക്കുന്നത്. സോ അത് വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് 1 by 1 ബാക്കി എല്ലാം എഴുതി നോക്കാം. ദാറ്റ് ഈസ് കാൽഷ്യം ക്ലോറൈഡിലെ അതുപോലെ സോഡിയം ക്ലോറൈഡ് ആൻഡ് സിൽവർ നൈട്രേറ്റ് ഇതിലൊക്കെ തന്നെ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. കാൽഷ്യം ക്ലോറൈഡ് യു ഹാവ് Ca2++2Cl- ആൻഡ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.01 molar of calcium chloride will give you 0.01 molar of Ca2+ and the double Cl-, that is 0.02 molar Cl- ions ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് നോക്കുമ്പം അത് ഡിസോസിയേറ്റ് ചെയ്യുക Na++Cl- ആയിട്ടാണ്. ആൻഡ് ആ കേസിൽ സോഡിയം ക്ലോറൈഡിൻ്റെ സ്ട്രെങ്ത് കോൺസെൻട്രേഷൻ 0.01 മോളാർ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷനും 0.01 ആയിരിക്കും. ആൻഡ് ഇവിടെ ക്ലോറിൻ 1 മോളാണ് ഫോം ചെയ്യുന്നത്. സോ 0.01 മോളാർ ആയിരിക്കും ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ വരാം. തേർഡ് കേസ് സിൽവർ നൈട്രേറ്റ് AgNO3. ഇതിൽ കോമൺ ആയെന്ന് പറയുന്നത് സിൽവർ ആയിരിക്കും. ഓക്കെ, AgNO3 ഡിസോസിയേറ്റ് ചെയ്യുക Ag++NO3- ആയിട്ടാണ്. ആൻഡ് ഇതിൻ്റെ കോൺസെൻട്രേഷൻസ് എന്ന് പറയുന്നത് 0.05 മോളാർ സിൽവർ നൈട്രേറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പം 0.05 മോളാർ സിൽവർ അയോൺ ആൻഡ് 0.05 മോളാർ നൈട്രേറ്റ് അയോണും ഫോം ചെയ്യും. അപ്പം നമ്മൾ കോമൺ അയോൺസിൽ മാത്രം എടുത്ത് നോക്കുമ്പം യു സി ഇവിടെ 0.02 മോളാർ കോൺസെൻട്രേഷനാണ് വരുന്നത്. ഇവിടെ 0.01 മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് ഇവിടെ കോമൺ അയോൺ 0.05 മോളാർ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺ അയോൺ ഇഫക്റ്റ് കാണിക്കാൻ പോകുന്നത് AgNO3 ആയിരിക്കും. ഇതിനാണ് മാക്സിമം കോമൺ അയോൺ ഇഫക്റ്റ് കാണിക്കാം. ആൻഡ് ദെൻ കാൽഷ്യം ക്ലോറൈഡ്, പിന്നെ NaCl. ലീസ്റ്റ് കാണിക്കാൻ പോകുന്നത് വാട്ടർ ആയിരിക്കും, കാരണം വാട്ടറിൽ കോമൺ അയോൺസ് ഇല്ല. നമ്മൾ കോമൺ അയോൺ ഇഫക്റ്റിൻ്റെ സ്ട്രെങ്ത് എഴുതുമ്പം ഈ സി AgNO3ക്കാണ് ഏറ്റവും കൂടുതൽ കാണിക്കുക. ആൻഡ് ദെൻ കാൽഷ്യം ക്ലോറൈഡ്, പിന്നെ സോഡിയം ക്ലോറൈഡ്, ഫൈനലി വാട്ടർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സൊല്യൂബിലിറ്റിൻ്റെ ഓർഡർ വരിക. അങ്ങനെ നോക്കുമ്പം ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി വാട്ടറാണ്. വാട്ടറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് S1. പിന്നെ സോഡിയം ക്ലോറൈഡ് ഈസ് S3. ദെൻ കാൽഷ്യം ക്ലോറൈഡ് S2 ആൻഡ് ഫൈനലി സിൽവർ നൈട്രേറ്റ് S4. ഇങ്ങനത്തെ ഓർഡർ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ദാറ്റ് വിൽ ബി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി S1 ഗ്രേറ്റർ ദാൻ S3 ഗ്രേറ്റർ ദാൻ S2 ഗ്രേറ്റർ ദാൻ S4. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരാം. ഇത് അഗെയിൻ കോമൺ അയോൺ ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോമൺ അയോൺ ഇഫക്റ്റ് കാരണമാണ് സോലിബിലിറ്റിയിൽ അവിടെ അങ്ങനെ ഒരു ചേഞ്ച് കാണുന്നത്. 12th question. What will be the resultant pH when 200 ml of an aqueous solution of HCl whose pH is 2 is mixed with 300 ml of an aqueous solution of NaOH whose pH is 12? നമ്മൾ പ്രീവിയസ്ലി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് സിമിലർ ആണ്. അഗെയിൻ HCl ആൻഡ് NaOH ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം
ഈക്വൽ വോളിയം ആയതുകൊണ്ടോ ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ളതുകൊണ്ടോ അവർ ന്യൂട്രലൈസ് ആവില്ല. HCl സോഡിയം ഹൈഡ്രോക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം നമ്പർ ഓഫ് മോൾസിലായിരിക്കണം. നമുക്കിവിടെ രണ്ടിൻ്റെയും വോളിയം ആസ് വെൽ എസ് pH തന്നിട്ടുണ്ട്. സോ pH തന്നാൽ നമുക്ക് ഒബ്വിയസ്ലി അതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് കോൺസെൻട്രേഷനും വോളിയം വെച്ച് നമുക്ക് നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കേസ് നമുക്ക് HCl എടുക്കാം. HCl എടുക്കുമ്പം അതിൻ്റെ pH തന്നിരിക്കുന്നത് 2 ആണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ വിൽ ബി മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ H+ ആണ് pH. സോ pH നിന്ന് കോൺസെൻട്രേഷൻ കിട്ടുന്നത് 10⁻⁻² ആയിരിക്കും. ഓക്കെ, ആൻഡ് വോളിയം ഓൾറെഡി തന്നത് 200 ml ആണ്, ദാറ്റ് ഇസ് 0.2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി കോൺസെൻട്രേഷൻ ഇൻറ്റു വോളിയം, ദാറ്റ് ഇസ് 10⁻² ഇൻറ്റു 0.2, ദാറ്റ് ഇസ് 2 ഇൻറ്റു 10⁻³ മോൾസ്. നൗ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ കേസ് നോക്കാം. അഗെയിൻ pH ആണ് തന്നിരിക്കുന്നത് 12. സോ POH വിൽ ബി 2. നമ്മൾ എന്തിനാണ് ഇവിടെ POH കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ H+ൻ്റെ കോൺസെൻട്രേഷൻ, HCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും HClൻ്റെ കോൺസെൻട്രേഷന് വരിക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളത് HClൻ്റെ കോൺസെൻട്രേഷനാണ്. സോ H+ കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും HCl. പക്ഷേ NaOHൻ്റെ കേസിൽ നമ്മൾ pH വെച്ചിട്ട് കോൺസെൻട്രേഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് H+ൻ്റെ കോൺസെൻട്രേഷനാണ്. ബട്ട് H+ൻ്റെ കോൺസെൻട്രേഷൻ അല്ല, ഇൻസ്റ്റെഡ് OH- കോൺസെൻട്രേഷനാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് NaOHൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. സോ നമ്മളത് pH കിട്ടിയാൽ നമ്മളതിനെ POH കണ്ടുപിടിച്ചിട്ട് ശേഷം OH- കോൺസെൻട്രേഷൻ വേണം കാണാൻ. ആൻഡ് OH- കോൺസെൻട്രേഷൻ വിൽ ബി 10⁻² മോളാർ. വോളിയം തന്നിരിക്കുന്നത് 300 ml ആണ്, ദാറ്റ് ഇസ് 0.3 ലിറ്റേഴ്സ്. N is equal to C into V, that will be concentration is 10⁻² into volume 0.3 liters. So number of moles will be 3 into 10⁻³ സോ ഇക്വേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 mole of HCl and 1 mole of NaOH ആണ് റിയാക്ട് ചെയ്യാം. സോ 2 into 10⁻³ moles of HCl can react only with 2 into 10⁻³ moles of NaOH. ഇവിടെ എക്സസ് ആയിട്ട് 1 into 10⁻³ moles of NaOH ഉണ്ടാവും. ദാറ്റ് മീൻസ് ഈ ഒരു എമൗണ്ട് എന്നുള്ളത് ദിസ് വിൽ ബി എക്സസ്. ഇനി ഈ ഒരു റിസൾട്ടൻറ്റ് സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് ഈ NaOH എക്സസ് വന്ന NaOH കാരണമുള്ള pH ആയിരിക്കും. സോ ഇത്ര മോൾസ് ഓഫ് NaOH ഇത് കാരണം ഉണ്ടാവുന്ന pH നമുക്ക് നോക്കണമെങ്കിൽ ഇതിൻ്റെ വോളിയം കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വി നീഡ് ടു സീ ദ കോൺസെൻട്രേഷൻ ഓഫ് OH-. സോ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യു ഡു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് നമുക്ക് ബാക്കിയുള്ളത് 10⁻³ മോൾസ് ഓഫ് NaOH ആണ്. ആൻഡ് ദ വോളിയം ഓഫ് ദ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഉള്ള NaOHൻ്റെ വോളിയം അല്ല. ഇൻസ്റ്റെഡ് ഈ ഒരു ന്യൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് NaOH ആൻഡ് HCl രണ്ടും കൂടി ന്യൂട്രലൈസ് ആയി പോകുമ്പം 300 ml പ്ലസ് 200 ml, ദാറ്റ് ഇസ് 500 ml ആണ് ഇവിടുത്തെ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ്റെ വോളിയം. 500 ml എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 0.5 ലിറ്റർ. So the concentration is 2 into 10⁻³ molar. ഇതായിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് NaOH. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NaOH ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് NaOHൻ്റെ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും OH-ൻ്റെയും കോൺസെൻട്രേഷൻ. സോ OH-ൻ്റെ കോൺസെൻട്രേഷൻ വിൽ ബി ദ സെയിം 2 into 10⁻³ മോളാർ. കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് POHൻ്റെ വാല്യൂ കാണാം, and അതിൽ നിന്ന് pHൻ്റെ വാല്യൂ കാണാം. സോ POH വിൽ ബി മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-, ദാറ്റ് ഈസ് മൈനസ് ലോഗ് OH-ൻ്റെ കോൺസെൻട്രേഷൻ ഇസ് 2 into 10⁻³. 2 into 10⁻³. സോ POHൻ്റെ വാല്യൂ വിൽ ബി 2.7. In that case, pH will be 14 minus 2.7, and that is 11.2.
3 11.3 ആയിരിക്കും പി എച്ചിൻ്റെ വാല്യൂ വരാം. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റിസൾട്ടൻറ്റ് പി എച്ച് കാണാനാണ്. ആൻഡ് ദ ആൻസർ ഈസ് 11.3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13th question. What is the solubility in mole per liter of FeOH thrice in a solution of pH equals 8? KSP for FeOH thrice is 1 into 10 raised to minus 36. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു MSQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. MSQ ടൈപ്പ്. ആൻഡ് ഓപ്ഷനിൽ ചെറിയൊരു എറർ ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി 1 into root of 10 raised to minus 40. And this is 1 into root of 10 raised to minus 36. ഓക്കെ, അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ തന്നിട്ട് നമ്മളോട് സൊല്യൂബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. KSPൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. വി ഹാവ് FeOH thrice giving Fe3 plus 3 moles of OH minus. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ KSP വാല്യൂ നമ്മൾ ഇങ്ങനെ എഴുതും. കോൺസെൻട്രേഷൻ ഓഫ് Fe3 പ്ലസ് ഇൻറ്റു 3 moles of OH minus ഉള്ളതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് OH minus ദ ഹോൾ ക്യൂബ്. ആൻഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇൻ എ സൊല്യൂഷൻ ഓഫ് pH ഈക്വൽസ് 8. അപ്പം ഒരു ബേസിക് pHലുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ pH വാല്യൂ കൊണ്ട് നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺസ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി pH ഈക്വൽസ് 8 ആണെങ്കിൽ ഈ OH വിൽ ബി 14 മൈനസ് 8 ദാറ്റ് ഇസ് 6. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നത് 10 raised to minus 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് സൊല്യൂഷൻ ആയതുകൊണ്ട് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ അവർ കൊടുക്കുന്ന OHനേക്കാളും ആ ഒരു സൊല്യൂഷനിലുള്ള OH മൈനസ് ആയിരിക്കും ഡോമിനൻ്റ് ആയി നിൽക്കുക. സോ ഇവിടെ വരുമ്പോൾ ദിസ് ഇസ് S ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് നമുക്ക് കിട്ടിയത് 10 raised to minus 6 ആണ്. സോ ദിസ് 10 raised to minus 6 ദ ഹോൾ ക്യൂബ് എന്ന് വരും. ആൻഡ് KSPൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നത് 10 raised to minus 36. സോ 10 raised to minus 36 ഈക്വൽസ് സൊല്യൂബിലിറ്റി ഇൻറ്റു 10 raised to minus 6 ദ ഹോൾ ക്യൂബ്. ഇങ്ങനെയാണെങ്കിൽ സൊല്യൂബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് 10 raised to minus 36 ഡിവൈഡഡ് ബൈ 10 raised to minus 6 the whole cube will be 10 raised to minus 18. ഇതിൻ്റെ ആൻസർ വരുന്നത് 10 raised to minus 18 ആണ്. ഇതാണ് സൊല്യൂബിലിറ്റി. ഓക്കെ, 10 raised to minus നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സൊല്യൂബിലിറ്റി കാണാനാണ്. സോ ആൻസർ ഇസ് 10 raised to minus 18. അപ്പോൾ ഇതൊരു MSQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതേ വാല്യൂ വരുന്ന വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ദിസ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി ഇസ് 1 into 10 raised to minus 1 into root of 10 raised to minus 40. റൂട്ട് ഓഫ് 10 raised to minus 40 എന്ന് പറയുമ്പോൾ 10 raised to minus 20 ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് അല്ല. ദെൻ 1 into root of 10 raised to minus 36. റൂട്ട് 36 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10 raised to റൂട്ട് ഓഫ് 10 raised to minus 36 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 10 raised to minus 18. സോ ഈ വാല്യൂ ഇസ് 10 raised to minus 18. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ സിയും കറക്റ്റ് ആൻസർ ആണ്. ആൻഡ് 1 into 10 raised to minus 8 the whole square ഈ വാല്യൂ വരെ 10 raised to minus 16 ആണ്, വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി ആയിരിക്കും.